Boing, co-powered by Damro Furniture. ഹലോ നമസ്കാരം, ഗുഡ് ഈവനിങ്, സ്വാഗതം. വീഴ്ചകളെ ആഘോഷമാക്കുകയും സാഹസികത കൈമുതലായിട്ടുള്ളവർക്ക് മാത്രമായിട്ടൊരു ഗെയിം ഷോ that is Boing co-powered by Damro Furniture. സൂരജ്, ഞാനിവിടെ കോപ്പവാടൊക്കെ പറഞ്ഞു, നീ എന്താ കിടന്ന് ഓടുന്നേ? എടേ ഞാനിപ്പോ ഇതിന്റെ ഇടയിൽ അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പല്ല് പോകുന്നതായിരിക്കും. കുട്ടികളി ഇതുവരെ മാറുന്നു, നിനക്ക് ഒരു സീരിയസ്നെസ് ഇല്ലല്ലോ. എടാ ഇത് കുട്ടികൾ സത്യത്തിൽ നീ ഇവിടെ ഓടേണ്ടത്, നീയല്ലേ തടിയൻ. ഞാനിപ്പോ ഓടുന്നതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഷോ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോ എന്റെ കസിൻ കുട്ടികൾ എന്നെ വീട്ടിൽ കയറ്റിയില്ല. എപ്പോഴും തോക്കുന്ന ടീമിനെ മാത്രം കൊണ്ടുവന്നിട്ട് നീ ഇങ്ങോട്ട് കയറേണ്ട പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇത്തവണ പ്രാക്ടീസ് ചെയ്തിട്ട് ആക്ച്വലി ഈ ഷോ കഴിഞ്ഞപ്പോ വീട്ടിൽ മാത്രമല്ല നാട്ടിൽ പോലും അടുപ്പിക്കില്ലെന്നാണ് സാധാരണ ആൾക്കാർ പറയുന്നത്. അയ്യോ അളിയാ, നീ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല. കുറച്ചൊക്കെ ഒന്നൊരു പക്വത കാണിക്കണേ. ഒന്നുമില്ല, വരുന്ന പെൺകുട്ടികളുടെ ഒരു സ്റ്റാൻഡേർഡ് നീ കീപ്പി. പക്വത കാണിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ തളർന്നു പോയതുകൊണ്ട് അത് പുറത്ത് കാണിക്കുന്നില്ല. ഓക്കെ, സോ let's welcome the brand new episode of Boing, co-powered by Damro Furniture. നമ്മൾ പറയുന്നത് പോലെ വീഴ്ചകളെ നമ്മൾ ഇവിടെ ആഘോഷമാക്കുകയാണ്. ഈ സൂരജ് ഓടിയതിന്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്, വലിയ ട്വിസ്റ്റുകളൊക്കെ വരാൻ പോകുന്നതാണ്. അത് വഴിയെ അറിയാം. എനിക്ക് ഇന്ന് വളരെ സന്തോഷമാണ്. കാരണം സാധാരണ ഷോയിൽ ഞാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കാരണം ഇവന്റെ ഹൈറ്റും എന്റെ ഹൈറ്റും, ഇവനെ ഞാൻ ഇങ്ങനെ നോക്കുന്നത്. ഇന്നിങ്ങോട്ട് നോക്കിയാ ഇവൻ എന്നെ നോക്കി. അല്ല അത് തന്ത്രമാണ്. അതുകൊണ്ടാണ് ശരിക്കും അവൻ ഓടേണ്ടതിന് പകരം എന്നെ കൊണ്ട് ഓടിച്ചിട്ട് പോകുന്നത്. വല്ലപ്പോഴും നീ എന്നെ കൂടെ മുകളിലോട്ട് നോക്കുക. ദീപ, എന്റെ കുട്ടികളുടെ ആ ഒരു നോട്ടം കണ്ടോ? ഞാൻ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ ഏറ്റവും മൂത്ത ആള്, അതായത് നമ്മുടെ ക്യാപ്റ്റൻ ഇത്രയും എനർജി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ എനർജി ഏത് ലെവലാവണമെന്നുള്ള ചിന്ത വന്നില്ല. മനസ്സിലായി? അതാണ്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. പക്ഷേ നിനക്ക് ഞാൻ കണ്ണു തുറന്ന് നീ കാണോ? ടീം എ കാണോ? Let's welcome the smart girls from Team A. എവിടെ? സി കേരളത്തില് അല്ലിയാമ്പലം ഒരു സീരിയൽ ഉണ്ട്. ഇതിന്റെ തമിഴ് സീരിയൽ, അതായത് സി തമിഴിൽ പോകുന്ന അല്ലിയാമ്പലിലും വില്ലത്തിയായിട്ട് ലീഡ് റോൾ ചെയ്തോണ്ടിരിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് സൂരജ് ഒന്ന് പേടിച്ചിട്ട് വേണം. വില്ലത്തിമാർക്കൊക്കെ കണ്ണിന്റെ അറ്റത്ത് ഒരു കൂർമ്മത ഉണ്ടാവും അല്ലേ? നീ അതിന്റെ കുട്ടിയുടെ കണ്ണിന്റെ അറ്റം വരെ സ്കാൻ ഞാൻ ചെറുതായിട്ട് കണ്ടു. അപ്പൊ ആ കുട്ടിയുടെ പേരാണ് നിഷ. നായിക ആവാനുള്ള സൗന്ദര്യമുള്ള, എന്നിട്ട് എന്ത് പറ്റി വില്ലത്തി ആയി പോയത്? പൊതുവേ നല്ല ആളുകളെ പിടിച്ച് ഭാഗ്യക്കേട്. വില്ലത്തി ആൾക്കാരാണല്ലോ പതിവ്. ഞാൻ അതുകൊണ്ട് എന്നെയും പിടിച്ച് നിഷയ്ക്ക് ശരിക്കും വില്ലത്തി ആവാനാണോ അതോ നായിക ആവാനാണോ ആഗ്രഹം? എനിക്ക് നെഗറ്റീവ് ചെയ്യാനാ ഇഷ്ടം. നെഗറ്റീവ് ആയതുകൊണ്ട് പറയുന്നത് അല്ല, അല്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് ചെയ്യാനാ എനിക്ക് ഇഷ്ടം. അപ്പൊ നമുക്ക് അടുത്ത ആളെ പരിചയം. അത്യാവശ്യം മലയാള സിനിമകളൊക്കെ ചെയ്ത് എന്താ പറയുക, മലയാള സിനിമയിലൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. മറ്റാരുമല്ല, അനഘ. എന്താണ് ബോയിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം? ബോയിങ് വളരെ നല്ല പരിപാടിയാണ്. നല്ല പരിപാടിയാണ്. ഇവിടെ വന്നിട്ട് മോശമാണെന്ന് പറഞ്ഞാൽ വിവരം അറിയായിരുന്നു. അതുകൊണ്ടല്ലേ നല്ലതാന്ന് പറയുന്നത്. എന്നാലും നല്ലതാണ്. എല്ലാവരും പിടിച്ച് വെള്ളത്തിലേക്ക് ഇടും, വെള്ളത്തിലേക്ക് വീഴാൻ തന്നെയാ വന്നത്. ഇവിടുന്ന് മത്സരം കഴിഞ്ഞ് പോയിട്ട് അനിയത്തി പറഞ്ഞ് മത്സരത്തിന് അയച്ചു. അടുത്തത് വീണ്ടും വന്നിരിക്കുകയാണ്. പുതിയ ഗെയിം ഉണ്ടെന്ന് പറഞ്ഞപ്പോ വീണ്ടും കുറ്റിയെ പറിച്ചോണ്ട് വന്നിരിക്കുകയാണ്. അഞ്ജന. പക്ഷെ അഞ്ജനെ പറ്റി പറയുമ്പോ അഞ്ജന കഴിഞ്ഞവണ എന്റെ ടീമിലായിരുന്നു. ഇവിടെ മത്സരിക്കാൻ വന്ന സമയത്ത് എന്റെ ടീമിലായിരുന്നു. അതാണ് നീ മനസ്സിലാക്കേണ്ടത്. നിന്റെ ടീമിൽ നിന്ന് ഇന്ന് ആ കുട്ടി എന്റെ ടീമിലാവുന്നുണ്ടെങ്കിൽ there is something. അങ്ങനെയല്ല, അത് ഞാൻ പറഞ്ഞു കുട്ടിയോട് എപ്പോഴും എന്റെ ടീമിൽ തന്നെ വരുമ്പോ ദീപന് എല്ലാതൊരു കോംപ്ലക്സ് ഉണ്ടാവും, ഒരു ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ടല്ലേ? ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അഞ്ജനോട് ഞാൻ ചോദിക്കുകയാണ്, വീണ്ടും വരുമ്പോൾ ഫീലിംഗ് എന്താണ്? അയ്യോ, വിളിച്ചപ്പോ ഞാൻ അന്ന് പോകുമ്പോ തന്നെ പറയുന്നു എനിക്ക് ഇവിടെ പോകാനൊട്ടും ആഗ്രഹമില്ലാന്ന്. കാരണം നമ്മൾ സാധാരണ ഷൂട്ടിങ്ങിന് പോകുമ്പോ ഭയങ്കര സീരിയസ് ആയിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് അങ്ങനെ പോകുന്നൊരു ഫീലാണ്. പക്ഷെ ഇവിടെ വരുമ്പോ എന്താ പറയാ, എൻജോയ് ചെയ്യാൻ വേണ്ടി വരണ പോലുള്ള ഒരു ഫീലാണ്. ഒന്നാമത്തെ ആളാണ് രമ്യ. ഒരുപാട് സീരിയലുകളിൽ നിന്നെ പോലെ തന്നെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആളാണ്. എന്നെ പോലെ തന്നെ അല്ല, നിന്റെ ടീമിലുള്ള ആളെ പോലെ. പക്ഷേ രമ്യയെ കുറിച്ച് എനിക്കൊരു മറ്റു വിവരം കൂടെ പറയാനുണ്ട്. രമ്യ നമ്മുടെ ഇവിടെ വന്ന് പെർഫോമൻസിൽ തകർത്തിട്ട് പോയ വൈഗയുടെ സിസ്റ്ററാണ്, വൈഗയുടെ ചേച്ചിയാണ്. രമ്യ, വൈഗ എന്തൊക്കെ പറഞ്ഞാ വിട്ടിക്കുന്നേ? വൈഗ പറഞ്ഞു അംഗത്തിന് പോവാണ്, റെഡി ആയിട്ട് പോയ. തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെ ഒരു ഇൻട്രോ തരുന്നതിന് മുമ്പ് ഞാനൊരു നെഗറ്റീവ് സംഭവം പറയാം. പണ്ടുള്ള സിനിമകളിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള സിനിമകളിലൊക്കെ ചെറുപ്പത്തിൽ മരിച്ചു പോകുന്ന കുഞ്ഞു പെങ്ങന്മാരില്ലേ, അവർക്കിടുന്ന പേരാണ് ശ്രീകുട്ടി. ശ്രീകുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, അത്യാവശ്യം മലയാള സീരിയലെല്ലാം ചെയ്തിട്ട് പോകുന്നു. അതുപോലെ ഇപ്പൊ ചെന്നൈയിൽ ഒരു സീരിയലിന്റെ ഷൂട്ടിൽ നടക്കുകയാണ് അല്ലേ? എങ്ങനെയുണ്ട് സീരിയൽ ജീവിതം? ഇപ്പൊ നന്നായിട്ട് പോകുന്നു. എന്നിട്ട് എന്താ ടീം ബിയിൽ പോയത്?
ഞങ്ങള് പിന്നെ അങ്ങനെ പറയുമ്പോ പറഞ്ഞോക്ക് കൃത്യമായിട്ട് ഡോണ്ടോ ടീം ബിയിലേക്ക് കുട്ടിക്ക് കൃത്യമായിട്ടൊരു ധാരണയുണ്ട് ഏത് ടീമിൽ വന്നു കഴിഞ്ഞാലാണ് പെർഫോം ചെയ്യാൻ പറ്റാന്നുള്ളത്. നമ്മള് പൊളിക്കൂലേ ശരി പിന്നല്ല നമ്മൾ തകർക്കും. അടുത്ത ആള് തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് ഇന്ന് ഞാനൊരു അതിഥിയായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിഥി എന്നാണ് പേര്. അതിഥിക്ക് വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ? കേരളത്തിലെ ഒരുപാട് വീട്ടമ്മമാരുടെ ഒരു പ്രതിനിധി കൂടിയാണ് അതിഥി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കുടുംബശ്രീയുടെ ഒരു ഒഫീഷ്യലാണ് അതിഥി. കുടുംബശ്രീയുടെ ഒഫീഷ്യലോ? കുടുംബശ്രീയുടെ സ്റ്റേറ്റ് മിഷൻ ഓഫീസിൽ വർക്കിംഗ്. അതാണ്. അപ്പൊ ഞാൻ ആ ഒരു പ്രതിനിധി, ഇത്രയും സ്ത്രീകളുടെ സപ്പോർട്ട് കൂടി അപ്പൊ നമ്മുടെ ടീമിന് ഉണ്ടാവുന്നത്. സ്ത്രീ ശക്തിക്ക് വേണ്ടി എന്താണ് പറയാനുള്ളത്? അങ്ങനെയൊന്നും ചോദിക്കണ്ട. അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ വലിയൊരു ക്ലാസ് കുട്ടികളുടെ കാര്യം ചോദിച്ചാൽ മതി. പുരുഷന്മാരെന്താണ് വേണ്ട സ്ത്രീ ശക്തിക്ക് വേണ്ടിട്ട്? ഞങ്ങൾ അങ്ങനെ പുരുഷന്മാരെ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. സ്ത്രീയും പുരുഷനും തുല്യരാണ്. അതേ ഞങ്ങൾക്ക് വേണ്ടുള്ളൂ. നിങ്ങൾക്ക് ഭയങ്കര പവർ ആണ്, അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ പവർ എന്തായാലും ഇവിടെ നിന്ന് എടുക്കണം. നീ എന്താണോ ചെയ്യുന്നത് അത് മാന്യമായി ചെയ്യണം. അതാണ് പറഞ്ഞത്. രണ്ട് ടീം എയും ടീം ബിയും ഭയങ്കര ഉഷാറാണ്. ഞങ്ങൾ അതിനേക്കാൾ ഉഷാറാണ്. നിങ്ങൾ കാണുന്ന പ്രേക്ഷകരും ഉഷാറല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ ഗെയിമിലേക്ക് പോവാം. നമ്മുടെ ഓരോ റൗണ്ടിനും കിടിലം പേരുകളുണ്ട്. അപ്പൊ ഈ ഒരു സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ ഇതിനും ഒരു 16 പേര് തീർച്ചയായിട്ടും ഉണ്ട്. ആ പേരാണ് മധുരയ്ക്കും ഓർമ്മകൾ. അപ്പൊ മധുരയ്ക്കും ഓർമ്മകളെ എന്നുള്ള ഈ ഒരു റൗണ്ടില് സംഭവം സിമ്പിൾ കൺസെപ്റ്റ് ആണ്. മുകളിലിരിക്കുന്ന ആളെ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മധുരയ്ക്കും ഓർമ്മകൾ പോലെ തന്നെ ഇവിടെ കുറെ കാഴ്ചകളും വീഴ്ചകളുമാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ഈ സൂരജ് ഓടുന്ന ത്രെഡ്മിൽ കണ്ടല്ലോ, അതുപോലെ ഇവിടെ ഒരു പൊസിഷൻ ഉണ്ട്. എപ്പോഴും നമ്മുടെ മത്സരത്തിൽ ആദ്യത്തെ ഗെയിമിൽ നമ്മുടെ ടീമിന് ഒരു വിശിഷ്ട പൊസിഷൻ കൊടുക്കും. ആ ഒരു ഹയർ പൊസിഷൻ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ടീം എ ആണ് ആദ്യം മത്സരിക്കുന്നത്. ടീം എയിൽ നിന്ന് ഒരാൾ ഇവിടെ നിർത്തും, ഒരാൾ ഈ ത്രെഡ്മില്ലിൽ ഓടും. അപ്പൊ നിങ്ങൾക്കുള്ള ടൈം 5 മിനിറ്റ് ആണ്. ആ ഓടുന്ന സമയത്ത് ഓടുന്ന ആളുടെ തലയിൽ ഒരു ഹെൽമെറ്റ് ട്രേ ഉണ്ടായിരിക്കും. ആ ട്രേയിൽ ഞങ്ങൾ ഒരു സ്വീറ്റ് വെച്ചു, അതായത് ഇവിടെ നിൽക്കുന്ന ആൾ ഒരു സ്വീറ്റ് വെച്ച് കൊടുക്കും. ആ സ്വീറ്റ് ട്രേയിൽ പ്ലേസ് ചെയ്ത് ഓടുന്ന സമയത്ത് ഇവിടെ നിൽക്കുന്ന ആള് ആ സ്വീറ്റ് കഴിക്കണം. ഇനി ഒരു സ്വീറ്റ് നിങ്ങൾ കഴിച്ചാൽ 50 പോയിന്റ് ആയിരിക്കും പോയിന്റ് ആയിട്ട് കിട്ടുക. ആ സ്വീറ്റ് ഇവിടെ നിൽക്കുന്ന ആൾ കഴിച്ച് തീർത്ത് കഴിഞ്ഞാൽ മാത്രം ഇയാള് സപ്പോസ് വീഴുകയാണെങ്കിൽ അടുത്ത ആളിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇയാൾ കഴിക്കുന്ന സമയത്ത് ഇയാൾ വീണു പോയി കഴിഞ്ഞാൽ ആ കഴിക്കുന്നതും വെറുതെ ആയി പോവും, വീഴുന്നതും വെറുതെ ആയി പോവും, സ്കോറും കിട്ടത്തില്ല. അതുകൊണ്ട് ഇയാൾ കഴിച്ച് തീരുന്നത് വരെ ഇവിടെ ഓടുന്ന ആൾ ഓടിക്കൊണ്ടേയിരിക്കണം. ഓടി വീഴുന്നു കഴിഞ്ഞാൽ മാത്രമേ ടീമിൽ അടുത്ത ആളിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. 5 മിനിറ്റ് ആണ് സമയമുള്ള. ഒരു സ്വീറ്റ് കഴിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 50 പോയിന്റ്സ് ആണ്. അളിയാ ഒന്നും നിർത്താൻ പറയോ? എനിക്കൊന്നും പറയാൻ കിട്ടില്ല. എന്തായാലും ഈ ഓട്ടം, സൂരജിന്റെ ഓട്ടം നമുക്ക് ഇവിടെ മതിയാക്കിയിട്ട് നമ്മുടെ കുട്ടികൾ ഓടാൻ റെഡിയാണ്. ഈ ഓട്ടം നമുക്ക് ഇവിടത്തേക്ക് തൽക്കാലത്തേക്ക് നിർത്തിവെക്കാം. ഇതിലൊരു പ്രശ്നമുണ്ട്. അതായത് ഞാൻ എന്തായാലും മുകളിൽ നിന്നോളാം, നീ താഴെ നിന്നാ മതി. എനിക്ക് അത് തന്നെ പറയാനുള്ളൂ. കാരണം എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല. നിന്റെ ടീം ഇറങ്ങുമ്പോ എനിക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ എന്റെ ടീം ഇറങ്ങുമ്പോൾ നീ നോക്കിക്കോളൂ. പക്ഷേ അവിടെ എങ്ങാനും കള്ളത്തരം കാണില്ല. അവിടെ ഒരു കള്ളത്തരമില്ല. വളരെ കാര്യമായിട്ടാണ് മത്സരം മുമ്പോട്ട് പോകാൻ പോണത്. എനിക്ക് ഈ സാധനം നിർത്തി തരുമോ കുറച്ചു നേരം? അപ്പൊ ഈ മുന്നോട്ട് പോകുന്ന മത്സരത്തിൽ സൂരജിനെ നമുക്കൊന്ന് പിന്നോട്ടാക്കാം. സൂരജ്, അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് 2 സൈഡിൽ പോകാലോ? അപ്പൊ ഞാൻ സ്വീറ്റ് എടുത്തു കൊടുക്കാം, നീ ഇവിടെ നിന്ന് കാഴ്ചകൾ കാണുക. ഞാൻ മുകളിൽ, നീ താഴെ. ഓക്കെ. ദീപ, ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴേ ഈ ഫ്ലൈറ്റിൽ പോകുമ്പോ മരുഭൂമി കാണുന്ന പോലെ ഉണ്ട്. പക്ഷേ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മധുരയ്ക്കും ഓർമ്മകൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗെയിം സെറ്റ് റെഡിയാണ്. എല്ലാ സേഫ്റ്റി കിറ്റോട് കൂടി നമ്മുടെ കുട്ടികളും റെഡിയാണ്. സൂരജ്, കുട്ടിയെ പേടിപ്പിക്കരുത്. ഇല്ല, അത് മാത്രമേ എനിക്ക് നിന്നോട് പറഞ്ഞു. ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ട് നിന്റെ ടീമിനെ കണ്ടിട്ട് പേടിച്ചിട്ടുള്ളത് ഈ ചന്ദ്രനിൽ വെള്ളം കോരാൻ പോകുന്ന ചേച്ചിമാരെ. പക്ഷേ എന്റെ പേടി എന്താണെന്നറിയാമോ? ഈ 2 ബൗളില് ഒന്നില് ഗുലാബ് ജാമും ഒന്നില് ജിലേബിയും. ഇത് അവിടെ വരുമ്പോ ആ കുട്ടി കഴിക്കുന്നുണ്ട്, നീ വെള്ളം ഇറക്കും. ഞാൻ ഇവിടെ ആലോചിച്ചോണ്ടിരിക്കാം, 2 കൊടുത്തു വിട്ടേക്ക്. നീ ആ തലയിട്ട് എന്റെ കുട്ടികളെ ഇതിനകത്തിരിക്കുന്ന സ്വീറ്റ് കഴിച്ചു തീർക്കരുത്. ആ കുട്ടി കഴിക്കാനുള്ളതാണ്. അപ്പോ അഞ്ജന, ഒന്നിൽ ഗുലാബ് ജാം ഒന്നിൽ ജിലേബി, ഏതാണ് ഇഷ്ടം? അപ്പൊ ഞാൻ ആദ്യം അഞ്ജനയുടെ ഇഷ്ടപ്രകാരം നമ്മുടെ നിഷയാണ് ആദ്യം മത്സരിക്കാൻ പോകുന്നത്. ഗുലാബ് ജാം സന്തോഷത്തോടു കൂടി ഞാൻ ഈ ട്രേയിൽ തന്നെ വെക്കുന്നു. അപ്പോ ആൾ സെറ്റ്, റെഡിയാണല്ലോ? ത്രെഡ്മിൽ ഓടാറുണ്ടോ? ട്രെഡ്മിൽ ഓടാറുണ്ട്. എത്രയാ മാക്സിമം സ്പീഡ്? 10. കമ്മി കുറച്ച് പറയണം. അപ്പൊ 7. കുറച്ച് പറയണം. ഓക്കെ. അപ്പൊ എന്തായാലും കുട്ടിയെ കഴിപ്പിച്ചിട്ടേ വരാവൂ. All set? Promise? All the best. അപ്പൊ your time starts now.
എടുത്ത് മോനെ, മോനെ, മോനെ. ഓട്, 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 ഓട്. ഞാൻ ഓക്കെ പറഞ്ഞേ പോകാൻ മതി. അവർക്ക് തീർന്ന. ആ ഓക്കെ 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 ഓക്കെ. ഞാൻ ഓക്കെ പറയണം. വാ വന്ന് കാണിക്കണം. ഓക്കെ പറയണം. വെയിറ്റ്. ആ ഓക്കെ ഓക്കെ. കുറച്ച് സൈഡിലേക്ക് ആ ഗുലാബ് ജാമ് 10 പീസായി. ആ ഗുലാബ് ജാമ് പീസായി. മൊത്തം പീസ് കഴിച്ചു തീർക്കണം. പറയും. ഓക്കെ പറയില്ല. തീർന്നിട്ടില്ല. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. നമ്മുടെ സമയം കഴിയാറായി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഗോ. ഒന്ന് സൈഡിലേക്ക് തല പൊന്നിച്ചോടി. പിടിക്കരുത്. കൈ പിടിക്കരുത്. നിഷ കൈ പിടിക്കരുത്. കൈ പിടിച്ചാൽ നിഷ കൈ പിടിക്കരുത്. കൈ പിടിച്ചിട്ടുള്ളത് ഫൗളാവും. കൈ പിടിച്ചാൽ പോയിന്റ് കിട്ടില്ല. ഓക്കെ. ഗുലാബ് ജാമും പോയി, ആളും പോയി. Your time starts now. Go. അനക വിടല്ലേ. ഫ്രണ്ടിലോട്ട് പോ. പിടിക്കരുത്. വിട്ടില്ല.
ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ മധുരിക്കും ഓർമ്മകളുടെ ടീം എയുടെ പാർട്ടിസിപ്പേഷനും മത്സരവും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അവർക്ക് പറ്റുന്ന മാക്സിമം അവർ കഴിച്ചു, അതുപോലെ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം അവർ കൊടുത്തു. സൂരജ് അവിടെ നിന്ന് കൊതി വിടാതെ എത്രണ്ണം കഴിച്ചു കുട്ടി? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഭക്ഷണം മാത്രമേ കണ്ടിട്ടുള്ളൂ, എണ്ണ എടുക്കാൻ മറന്നുപോയി. നിന്നെ എന്തിനാണോ പിന്നെ അവിടെ നിർത്തിയത്? അപ്പൊ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ റിവൈൻഡ് ചെയ്തെടുത്തു. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 10 തവണ വന്നു. അതില് മൂക്കിലൂടെ കഴിച്ചതും വായിലൂടെ കഴിച്ചൊക്കെ കൂട്ടിയിട്ട് 5 എണ്ണം കഴിച്ചു. 5 എണ്ണം കഴിച്ചു. 5 എണ്ണം കഴിച്ചു. അപ്പൊ 5 എണ്ണത്തിന് പോയിന്റ് ഉണ്ട്, 5 എണ്ണത്തിന് പോയിന്റ് ഇല്ല. മധുരിക്കും ഓർമ്മകൾ മത്സരം കഴിയുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 250 പോയിന്റ്സ് ആണ്. നല്ലൊരു കൈയുടെ പ്ലേസ്. പക്ഷേ ഈ അനുനിമിഷം ആഘോഷമാക്കുന്ന ഈ മത്സരത്തിൽ ഒരു നിമിഷം നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. This is Boing Boing, co-powered by Damro Furniture. Have a short break. Yes, welcome back to the show. This is Boing Boing, co-powered by Damro Furniture. സൂരജ്, നിന്റെ ടീം 5 മധുരം കഴിച്ചു. എന്റെ കുട്ടികൾക്ക് മധുരം കഴിക്കാനുള്ള ഒരു ആവേശത്തിൽ ഇങ്ങനെ വിങ്ങി പൊട്ടിക്കാണ്. അപ്പൊ അവരെ ഞാൻ ഒന്നൊന്നായിട്ട് പറഞ്ഞു വിടാൻ പോവാണ്. അപ്പൊ എന്റെ ടീം റെഡി അല്ലേ? അതാണ്. അപ്പൊ എന്റെ ടീമിൽ നിന്ന് മധുരം കഴിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ആള് ശ്രീകുട്ടിയാണ്. ശ്രീകുട്ടി ആ കുട്ടികളുടെ പേരിലുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മധുരം കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ ശ്രീകുട്ടിയെ ഞാൻ അങ്ങോട്ട് വിടുകയാണ്. അപ്പൊ എന്റെ ടീമിൽ നിന്ന് 2 മിടുക്കികളെ ഇവിടെ അടുത്തേക്ക് വന്നോളൂ. അപ്പൊ ആദ്യം ഞാൻ രമ്യയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം എന്താ വേണ്ടത്? ഗുലാബ് ജാം. ഞാൻ ഒരു കാര്യം നല്ല വലുത് തന്നെ കൊടുത്തു വിടാം കേട്ടോ. ആദ്യം ഫസ്റ്റ് വലിയത് തന്നെയാണ് കൊടുത്തു വിടുന്നത്. ഐശ്വര്യമായിട്ട് പോയിട്ട് അവർ 5 എണ്ണം കഴിച്ചു, നമ്മൾ 10 എണ്ണം കഴിപ്പിക്കണം. Your time starts now. Come Ramya. പെട്ടെന്ന് ഇറക്ക്. കുറെ ഇവിടേക്ക് ഉണ്ട്. നെക്സ്റ്റ് ജിലേബി കൊടുത്തു വിടുന്നു. ഐശ്വര്യമായിട്ട് ജിലേബി അവിടെ എത്തിക്കുക. അയ്യോ ജിലേബി പോയില്ല. താഴെ പോയി. ജിലേബി കളഞ്ഞു. ജിലേബി കളയരുത്. രമ്യയിലാണ് എനിക്ക് പ്രതീക്ഷ. ഓടിപ്പോ. കുട്ടി പറയട്ടെ. പെട്ടെന്ന്. ഇല്ല, കഴിയട്ടില്ല. ജിലേബി കൊടുത്തു വിടുന്ന നേരത്തെ താഴെ കളഞ്ഞു. ഇത് കളയരുത്. ജിലേബി കഴിക്കാൻ ഇത്തവണെങ്കിലും ഭാഗ്യം ഉണ്ടോ നോക്കാം. കഴിക്കാനുള്ള ഭാഗ്യമില്ല. അപ്പൊ ജിലേബി നിനക്ക് യോഗമില്ല. ഞാൻ ഗുലാബ് ജാമുൻ തന്നു വിടുന്നുണ്ട്. വീണ്ടും ഗുലാബ് ജാമേ പെട്ടെന്നാട്ടെ. സൂപ്പർ. ശ്രീകുട്ടി.
എന്തായാലും ഈ ഗുലാബ് ജാമുൻ കിട്ടിയില്ല, കാരണം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ആളും പോയി, ഗുലാബ് ജാമുൻ വയറ്റിലും പോയി. വീണ്ടും ജിലേബിയാ തന്നു വിടുന്നതേ, ജിലേബി നശിപ്പിക്കരുത്. ഈ ജിലേബി കുട്ടിക്ക് നഷ്ടമാകരുത്. Come on, up, 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 up. മുടിയും ജിലേബിയുമായിട്ടുള്ള ആധിക്യം. ഓക്കെ, എടാ. താഴെ പോയി. ഞാൻ വിചാരിച്ചു ശ്രീകുട്ടി മുടിയാണ് വയറ്റിനകത്ത് പോകാൻ പോകുന്നത്. ജിലേബിയിൽ നമുക്ക് രാശിയില്ല, ഗുലാബ് ജാമുൻ തന്നെയാണ് നമ്മുടെ ആയുധം. സൂപ്പർ സൂപ്പർ. നോക്കട്ടെ. രമ്യ ബാലൻസ് ചെയ്യണം, രമ്യ മാക്സിമം ബാലൻസ് ചെയ്യണം. പോട്ടെ പോട്ടെ പോട്ടെ. യെസ് 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 യെസ്. ഓക്കേ ഓക്കേ ഓക്കേ. ജിലേബി തന്നെ, വേറെ രക്ഷ. നിന്റെ യോഗം ജിലേബിയിലാണ്. പോയിട്ട് വാ, ഓടി പോയിട്ട് വാ. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക്. സൂപ്പർ. ശ്രീകുട്ടിക്ക് ആ ജിലേബി കഴിക്കാനുള്ള ഒരു അവസരവും ഭാഗ്യവും കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും ഗുലാബ് ജാമുമായിട്ട് രമ്യ മന്ദം മന്ദം കടന്നു വരിക. രമ്യാണ് രമ്യാണ് രമ്യ. രമ്യ, യു ക്യാൻ ഗോ. ജിലേബി ഗുലാബ് ജാമുൻ കൂടെ ഒരുമിച്ച് രമ്യയുമായിട്ട് താഴെ പോയിരിക്കുകയാണ്. ലാസ്റ്റ് ചാൻസ് ആണ്. ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റ് എന്നുള്ള സമയം ഇവിടെ തീരുകയാണ്. ലാസ്റ്റ് ചാൻസ്. നമ്മുടെ ടൈം തീരുന്നു. ലാസ്റ്റ് ആണ്. പെട്ടെന്ന് മിസ് ചെയ്യരുത്. കടി 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 കടി. ഓടി പറിക്കരുത്. സത്യം പറഞ്ഞ ഗുലാബ് ജാം തന്നെയാണ് ഇഷ്ടം. ഗുലാബ് ജാം തന്നെയാണ് ആ താല്പര്യമില്ലായ്മയാണോ ഈ ജിലേബി മൊത്തം ഇവിടെ താഴെ പോയി? ജിലേബി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ അവർക്ക് ഇച്ചിരി ഹൈറ്റ് കുറവായതോട് നേരെ കിട്ടുന്നില്ല. ചാടുമ്പോ മൂക്ക് മാത്രമേ ഇരിക്കുന്നുള്ളൂ. അപ്പൊ എത്ര ഗുലാബ് ജാം കഴിച്ചെന്ന് വല്ല ധാരണയുണ്ടോ? 4 ഗുലാബ് ജാം. അപ്പോ 4 ഗുലാബ് ജാം കഴിച്ചു. 4 ഗുലാബ് ജാമില് 3 മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, കാരണം ഒരെണ്ണം വയറ്റിൽ പോയെങ്കിലും പോയിന്റിൽ പോയിട്ടില്ല. അതറിഞ്ഞോ? 3 ഗുലാബ് ജാം, ഒരു ജിലേബി. എത്ര ജിലേബി താഴെ പോയെന്ന് വല്ല ധാരണ ഉണ്ടോ? ഈ ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടില്ലെന്ന് വല്ല ധാരണയുണ്ടോ? താഴെ പോയ ജിലേബിയൊക്കെ തപ്പിപ്പിടിച്ചിട്ട് കഴിച്ചോ വേണമെങ്കിൽ. ആ കുട്ടി ജിലേബി കൊണ്ടുവന്ന കുട്ടി മനഃപൂർവ്വം തരാത്തതാണോ? എനിക്ക് ആ ഒരു സംശയമുണ്ട്. രമ്യ പക്ഷെ കറക്റ്റ് ആയിട്ട് തന്നെ അല്ലേ? ഓക്കെ, സൂരജ്. അപ്പോ ടീം ബിയും അതിഗംഭീരമായിട്ടുള്ള മത്സരം കഴിയുമ്പോൾ 3 ഗുലാബ് ജാമും 1 ജിലേബിയും കഴിച്ച് ടോട്ടൽ 4 എണ്ണം കഴിച്ച് ഞങ്ങൾ 200 പോയിന്റ്, നിങ്ങൾ 250 പോയിന്റ്സ് നേടിയിരിക്കുകയാണ്. നല്ലൊരു കൈഡി പ്ലീസ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നല്ലൊരു മധുരിക്കും ഓർമ്മകൾ തന്നെയാണ്. കാണുന്ന പ്രേക്ഷകർക്കും മത്സരിച്ച കുട്ടികൾക്കും ഞങ്ങൾക്ക് ഈ ഓർമ്മകൾ പങ്കിടാനും ബാക്കിയിരിക്കുന്ന ജിലേബിയും ഗുലാബ് ജാമും എനിക്കും സൂരജിനും കൂടെ കഴിച്ചു തീർക്കാനും നിങ്ങളൊരു അവസരം തരൂ. This is Boing co-powered by Damro Furniture. Have a short break. Yes, welcome back to the show. This is Boing co-powered by Damro Furniture. നമ്മുടെ രണ്ടാമത്തെ അംഗം വെട്ടുള്ള സമയം. പക്ഷേ ഈ അംഗം നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് സ്ഥിരമായിട്ട് അറിയാവുന്ന അംഗമാണ്. പക്ഷേ നമ്മുടെ ഈ ചൂട് കാലത്ത് ഇലക്ഷന്റെ ചൂടും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ക്ലൈമറ്റിന്റെ ചൂടും എല്ലാം കൂടെ നിങ്ങളെ തണുപ്പിക്കാനായിട്ട് ഒരിക്കൽ കൂടെ നമ്മുടെ മത്സരത്തിന്റെ പേരാണ് കോമക്കുട്ടി വിട്ടോള.
തോമസ് കുട്ടി വിട്ടോട നല്ല സിമ്പിൾ റൗണ്ട് ആണ്. ഒരു റോളിംഗ് ട്യൂബ് കാണാം. ആ റോളിംഗ് ട്യൂബിന്റെ നടുവിലായിട്ട് ഒരു ഡോങ് തൂങ്ങുന്ന കാണാം. ആ ഡോങ്ങിൽ ആ ചുറ്റി കൊണ്ട് പോയിട്ട് അടിക്കുക എന്നുള്ളതാണ് ഗെയിം. 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ടോട്ടൽ 150 പോയിന്റ് നേടാൻ പറ്റുന്ന റൗണ്ട് ആയത്. തോമസ് കുട്ടി വിട്ടോട മത്സരത്തിൽ മത്സരിക്കാനായിട്ട് ടീം എയിൽ നിന്ന് ഞാൻ ക്ഷണിക്കുന്നു അഞ്ജന, ടീം ബിയിൽ നിന്ന് രമ്യ. സിമ്പിൾ സംഭവമാണ് വരാൻ പോണത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു പാട്ട് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരും. അത് ഏത് സിനിമയിലേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, മ്യൂസിക് പ്ലീസ്. നിങ്ങളെ തല്ലേണ്ട അമ്മാവ ഞങ്ങൾ നന്നാവില്ല. അപ്പോൾ ഞങ്ങൾ നന്നായതാണ്. പക്ഷേ നിങ്ങളുടെ ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 റൺ. അഞ്ജനയാണ് നമ്മുടെ ഡോങ് അടിച്ചിരിക്കുന്നത്. അപ്പോ ഒരിക്കൽ കൂടെ മ്യൂസിക് പ്ലീസ്. വളരെയധികം ഓക്കെ. അപ്പോ പണിഷ്മെന്റിനായിട്ടുള്ള മ്യൂസിക് ഉണ്ട്. പക്ഷെ മ്യൂസിക് കേൾക്കുമ്പോൾ രണ്ടുപേരും മുങ്ങി പൊങ്ങുക, ഡാൻസ് കളിക്കുക. മുങ്ങുക പൊങ്ങുക ഡാൻസ്. മ്യൂസിക് പ്ലീസ്. ടീം എയിൽ നിന്ന് വീണ്ടും ക്ഷണിക്കുന്നു അനഘ. ആൻഡ് ടീം ബിയിൽ നിന്ന് ശ്രീകുട്ടി. ഇൻ ഹരിഹർ നഗർ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അതില് വളരെ നല്ല രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. ജഗദീഷ് ചേട്ടന്റെ ക്യാരക്ടറാണ്. ജഗദീഷ് ചേട്ടന്റെ ക്യാരക്ടറിന്റെ പേരെന്താണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 റൺ. ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിൽ ജഗദീഷ് ചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്ത്? അപ്പുക്കുട്ടൻ. മുരുക, ഈ അപ്പുക്കുട്ടൻ ശരിയാണോ? അനഘയ്ക്ക് കയറി വരാം. പക്ഷേ പോയിന്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഏത് ലെവൽ ഡാൻസ് ആണ്? ഒരു പണിഷ്മെന്റ് തരുന്നുണ്ട്. ശ്രീകുട്ടിക്ക് നല്ലൊരു പണിഷ്മെന്റ് വരുന്നു. അനഘ കയറി വരൂ. ഈ പാട്ട് കേട്ടതിന് അപ്പ ഡാൻസ് കളിക്കും. ശ്രീകുട്ടിക്കാണ് ആ ചാൻസ് കിട്ടിയിരിക്കുന്നത്. മ്യൂസിക് പ്ലീസ്.
ശ്രീകുട്ടി കിട്ടിയ പണിഷ്മെന്റിലെ പാട്ട് സൂരജിന് വല്ല ധാരണയുണ്ടോ? എനിക്ക് പിടികിട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ പടത്തിലെ മമ്മൂട്ടിയുടെ പടത്തില് പക്ഷേ ഇഷ്ടമുള്ള ആള് കളിച്ചത്. അത് ദീപന് ഇഷ്ടപ്പെട്ട ആള് കളിച്ച ഒരു പാട്ടാണ്. മമ്മൂട്ടി എന്റെ ഇത് കാണുന്ന പ്രേക്ഷകരെ ഇവിടെ ടിക്ടോക്കിലെ പിള്ളേരൊന്നും പറഞ്ഞ് സണ്ണി ലിയോൺ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ആയിരുന്നു. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചരിത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്താം. ഈ സംഘർഷം വരുമ്പോഴേ ഇങ്ങനെ കുഴിഞ്ഞു മാറുന്നത് ശരിയല്ല കേട്ടോ. അല്ലല്ല, അത് ആ ദിവസം അങ്ങനെ ആയിരുന്നു വേണ്ടത്. ഇപ്പൊ മധുരരാജ വരുമ്പോ നമ്മള് മമ്മൂട്ടിയുടെ സൈഡിലാണ്. ഓക്കെ, ഈ സമയം ഈ സംഘർഷം ഒന്ന് മാറ്റാനായിട്ട് ടീം എയിൽ നിന്ന് ഞാൻ ക്ഷണിക്കുന്നു നിഷ. ടീം ബിയിൽ നിന്ന് അതിഥി. അപ്പൊ നിങ്ങള് സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ഒന്നല്ല, അതിലൊരു ടങ് ട്വിസ്റ്റർ ആണ് നിങ്ങൾക്ക് തരാൻ പോണത്. നാക്കുടക്കിയാണ്. അതിഥി ആൻഡ് നിഷ റെഡിയാണോ? എന്നാൽ ഞങ്ങൾ റെഡിയാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 റൺ. അപ്പോൾ ടങ് ട്വിസ്റ്റർ ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക. പത്തനാപുരത്ത് 10 പച്ച പനം തത്ത പൊത്തിന്മേൽ ഒത്തു ചത്തൊത്തു കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പനം ഒരു കാര്യം, അവിടെ ചച്ച. അവിടെ കുത്തിയിരുന്നോ? അടുത്താള് അടുത്താള് അവിടെ കുത്തിയിരുന്നോ? അടുത്താള് പത്തനാപുരത്ത് ഒന്ന് try ചെയ്യ്. അടുത്താള് പത്തനാപുരത്ത് 10 പച്ചത്തത്തകൾ പൊത്തിന്മേൽ ഒത്തു ചത്തു കുത്തിയിരുന്നു. ഒന്നുകൂടി. ഒന്നുകൂടി. പത്തനാപുരത്ത് 10 പച്ചത്തത്ത പനം തത്തകൾ തത്തകൾ പച്ചപ്പനം തത്തകൾ. ഓക്കെ, ഒരിക്കൽ കൂടെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും സൂരജ് പറഞ്ഞുതരും. ഓക്കെ, പറഞ്ഞു. പത്തനാപുരത്ത് 10 പച്ചത്തനം. ഓക്കെ, ഒരിക്കൽ കൂടെ. എന്തായാലും ഉത്തരം ശരിയല്ല. ഉത്തരം ശരിയല്ല. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഈ തത്തയും പറഞ്ഞില്ല ഡോങ്ങും അടിച്ചില്ല, അതുകൊണ്ട് എന്തായാലും പണിഷ്മെന്റ് പോരട്ടെ. മുരുക, പണിഷ്മെന്റ് എന്താണ്? സോങ് പ്ലീസ്. ചെത്തികുളങ്ങര ഭരണനാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ ചെത്തികുളങ്ങര ഭരണനാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളം പുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം തേരോട്ടം തേരോട്ടം. തോമസ് കുട്ടി വിട്ടോട മത്സരം ഇവിടെ അവസാനിക്കുമ്പോൾ എ ടീം നേടിയിരിക്കുന്നത് 100 പോയിന്റ്സ് ആണ്. ടീം ബി ഓക്കെ, അവർക്ക് പോയിന്റ്സ് ഒന്നും നേടാൻ സാധിച്ചില്ല. പക്ഷെ അവർ നല്ലൊരു ട്രൈ അറ്റംപ്റ്റ് ആയിരുന്നു നടത്തിയത്. പക്ഷേ ഈ ക്ഷീണവും പത്തനാപുരത്തെ പച്ച പരന്തത്തെ എവിടെ പറഞ്ഞതൊക്കെ നമുക്ക് ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയത്തിന്റെ ആവശ്യമാണ്. ദിസ് ഈസ് ബോയിങ് ബോയിങ് co-powered by Damro Furniture. Have a short break. Yes, welcome back to the show. This is Boing Boing, co-powered by Damro Furniture. അപ്പോൾ മത്സരത്തിന്റെ ഗതി മാറുന്ന മത്സരമാണ്. കാരണം നമ്മുടെ ഈ ബോയിങ് കാണുന്ന പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അതുപോലെ നിങ്ങൾ വന്നു കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ പറയുന്ന അഭിപ്രായവും താമരശ്ശേരി ചുരമാണ് നമ്മുടെ അടാറ് ഗെയിം. അങ്ങനെ പറയാൻ പാടില്ല. ആ, താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം കയറാൻ റെഡിയാണോ? Ready അല്ലേ? റെഡി. നിങ്ങൾക്ക് അതാത് പൊസിഷനിലേക്ക് പോവാം. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട് നൗ. 3 2 1 ഗോ. ഒരു സ്റ്റെപ്പ് പിടിക്കോ. ശ്രീകുട്ടി ബോൾ മിസ് ചെയ്യരുത്. ബോള്
ഹെൽപ്പ് ചെയ്യേ, രമ്യനെ ഹെൽപ്പ് ചെയ്യേ. Good job, super, super. Very good, Trisha. Very good. Go. Try ചെയ്യ്. രമ്യ, okay, good. ഒന്നുകൂടി, രമ്യ. അയ്യോ. Last 1 minute. Last 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1. 0. Time out. നമ്മൾ താമരശ്ശേരി ചുരം ഇറങ്ങാൻ പോവാണ്. എനിവേസ് താമരശ്ശേരി ചുരം കയറി അവർ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു ടീം എയും ടീം ബിയും കാഴ്ചവെച്ചത്. നല്ലൊരു കയറി പ്ലീസ്. എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീകുട്ടി? വളരെ മനോഹരമായിരുന്നു. നമ്മൾ കാണും പോലെ ഒന്നും അല്ല, കേറാൻ ഇച്ചിരി പാടും, പക്ഷെ കയറി തുടങ്ങി കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും. പക്ഷെ സൂപ്പർ ആയിട്ട്. എങ്ങനെയുണ്ട് ടോട്ടാലിറ്റി ബോയും പങ്കെടുത്ത് കഴിഞ്ഞപ്പോ? സൂപ്പർ ഫീലിംഗ്. അടുത്ത ആള് രമ്യ. താമരശ്ശേരി ചുരം കേറാൻ
ഹെൽപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. തന്നെ കയറാൻ ഇത്തിരി പാടാ. തന്നെ കയറാം. അപ്പൊ ഒരാൾ കൂട്ടുണ്ടെങ്കിലേ കയറാൻ പറ്റുള്ളൂ. ഒരാൾ തള്ളിക്കൂടാണ്. ഓക്കെ, അടുത്ത അതിഥി. മൊത്തത്തില് നല്ല എക്സ്പീരിയൻസ്. അവിടെ കഷ്ടപ്പെട്ടെത്തിയതും പോലെ തിരിച്ചു വരല്. മൊത്തത്തില് ബാക്ക് പഞ്ചർ ആയിരിക്കും. എന്തായാലും അവരുടെ അനുഭവം നല്ലതായിരുന്നു. ഇനി നമുക്ക് ടീം എയുടെ അനുഭവം ചോദിക്കണ്ടേ? അഞ്ജന രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ എന്താ ഫീൽ? എന്റെ ആകെ സങ്കടം ഇത്തവണ എനിക്ക് താമരശ്ശേരി ചുരം കയറാൻ പറ്റിയില്ല. കഴിഞ്ഞോടെ കയറി. ഇല്ല, കഴിഞ്ഞ തവണയും കയറാൻ പറ്റിയില്ല. അപ്പൊ ഇനി ഒരു മൂന്നാമത് തവണ വരാൻ ഉദ്ദേശമുണ്ട്. ഇനി വിളിക്കില്ല. ഓക്കെ, അടുത്ത ആള്. നല്ല എക്സ്പീരിയൻസ്. പക്ഷെ ഈ വെള്ളത്തിൽ വീഴുന്നത് മാത്രം വളരെ കഷ്ടമാണ്. അല്ല, വെള്ളത്തിന് വരെ മണൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കുമോ? അത് കുറച്ചുകൂടെ ഡാമേജ് ആകും. അനഘ സൂപ്പർ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. പൊളിയായിരുന്നു. വെരി ഗുഡ്. അപ്പൊ ഇവരുടെ അനുഭവങ്ങളും രസകരമായിട്ടുള്ള കാഴ്ചകളും നമ്മളെല്ലാം കണ്ടു. ഇനിയാണ് നമ്മുടെ മത്സരത്തിന്റെ അവസാനം മാർക്കിലേക്ക് പോകുന്നത്. ടീം എ ആദ്യ മത്സരം മധുരിക്കും ഓർമ്മകൾ കഴിയുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 250 പോയിന്റ്സ് ആണ്. ടീം ബി 200 പോയിന്റ്സ് ആണ് നേടിയിരിക്കുന്നത്. രണ്ടാമത്തെ റൗണ്ട് തോമസ് കുട്ടി വിട്ടോട മത്സരം കഴിയുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 100 പോയിന്റ്സ് ആണ്. പക്ഷേ ടീം ബിക്ക് അവിടെ പോയിന്റ്സ് ഒന്നും നേടാൻ സാധിച്ചില്ല. നമ്മുടെ മൂന്നാമത്തെ റൗണ്ട് എത്തിയപ്പോഴേക്കും രണ്ട് ടീമും ഈക്വൽ ആയി 400 പോയിന്റ്സ്. പക്ഷേ രണ്ടാമത്തെ റൗണ്ടിലാണ് നിങ്ങൾ കുറച്ച് പാളിപ്പോയത്. അതുകൊണ്ട് ടീം എ 750 പോയിന്റ്സോട് കൂടി ഇന്നത്തെ മത്സരം വിജയിച്ചിരിക്കുകയാണ്. രണ്ട് റൗണ്ടിൽ നമുക്ക് നഷ്ടപ്പെട്ടത് 150 പോയിന്റ് ആണ്. ആ 150 പോയിന്റ് നമുക്ക് കുറവാണ്. 600 പോയിന്റ്സ്. ഈ ടീം എയിൽ നിന്നും ടീം ബിയിൽ നിന്നും മത്സരിച്ച ബെസ്റ്റ് പെർഫോമർ ആരാണെന്ന്? ആരാണ്? എനിക്ക് ആർക്കും ഐഡിയയില്ല. ടീം എയും ടീം ബിയും എല്ലാവരും നല്ല അടിപൊളി മത്സരമായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ബെസ്റ്റ് പെർഫോമറെ കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. നമുക്ക് മത്സരത്തിന്റെ ബെസ്റ്റ് പെർഫോമർ ഗോസ് ടു അനഘ. ഓക്കെ, അനഘയ്ക്ക് കിട്ടുന്നത് സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV ആണ് കിട്ടാൻ പോകുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. അനഘയ്ക്ക് സമ്മാനമായി കിട്ടുന്നു സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV. ഹാപ്പി ആയില്ലേ? അപ്പൊ അങ്ങനെ ഇന്നത്തെ പൂരം ഇവിടെ കൊടിയിറങ്ങുകയാണ്. സാധാരണ നമ്മൾ പറയുന്നത് ചിരിച്ചാൽ ആയുസ് കൂടുമെന്നാണ്. ഇന്നത്തെ എപ്പിസോഡും തീർച്ചയായിട്ടും നിങ്ങളെ കുടുകൂടെ ഒത്തിരി ചിരിപ്പിച്ചെന്ന വിശ്വാസത്തോടുകൂടി ഇന്നത്തെ എപ്പിസോഡും വിരാമം ഇടാനുള്ള സമയമാണ്. This is Boing, Co-powered by Damro Furniture. Signing off, Suraj. Signing off, Deepan Murali. Love you all. Bye-bye. Good night.